കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം പീരീഡ് ആയി കഴിഞ്ഞ് 4ാമത്തെ ദിവസം വീട് കംപ്ലീറ്റ് വൃത്തിയാക്കാറുണ്ട് കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ 4ാമത്തെ ദിവസം ശരീരശുദ്ധി ആവാറുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം കട്ടിൽ കണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഷീറ്റും തലാണി ഉറയും എല്ലാം എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ തലേ എണ്ണയൊക്കെ തേച്ച് കുളിയും എല്ലാം കഴിഞ്ഞ് നേരെ തുണിയും കൊണ്ട് നമ്മുടെ തുണി എഴുതുന്ന കല്ലിൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര പ്ലാവലെ അപ്പുറത്ത് അയ്യത്തിന് ഇങ്ങോട്ട് വീഴും. അപ്പോൾ അതെല്ലാം തൂത്ത് മാറ്റുവാണ്. ഞാൻ തുണി മുക്കി വെക്കാൻ പോകുന്നതൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പൊ നമ്മുടെ ഫുൾ ഹൗസ് ക്ലീനിങ് ഡേ ആണ് ഇന്ന് കേട്ടോ. അപ്പൊ എനിക്ക് പീരീഡ് ആയി കഴിഞ്ഞ് 4ാമത്തെ ദിവസം കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കുവേ. അപ്പൊ ഞാൻ നമ്മൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് വീട്ടില് കേട്ടോ. ഇപ്പൊ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ശാന്തി ആയതുകൊണ്ട് മാത്രം ചെയ്യുന്നതല്ല, നമ്മൾ പണ്ടേ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ടി വി സ്റ്റാൻഡിന്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങോട്ട് നമ്മുടെ ദിവാങ്കോട്ടിലോട്ട് മാറ്റി വെക്കുവാണേ. നല്ല പൊടിയാവും ഈ ഫോട്ടോസിലൊക്കെ. കൂട്ടുകാരെ, നമ്മുടെ ടി വി സ്റ്റാൻഡിലിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് ദിവാങ്കോട്ടിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് തുടയ്ക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ അമ്മ കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്, ടൂറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കേട്ടോ. ഒരു ഹായ് കൊടുത്തത് എല്ലാവർക്കും. തിരിച്ചു വന്നിട്ടുണ്ട് ആള്. അപ്പൊ അമ്മയ്ക്ക് ഇതാണ്ട് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തുണി എഴുതാൻ പോവാണ് കേട്ടോ. നമ്മൾ നനച്ച് വെച്ചില്ലായിരുന്നു. അപ്പൊ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം ഒന്ന് തുടച്ച് വെച്ചേരെ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് വൃത്തിയാക്കാമെന്ന്. അങ്ങനെ കൂട്ടുകാരെ, അമ്മ അവിടെ ഇരുന്ന് ഫോട്ടോ എല്ലാം തുടച്ച് വൃത്തിയാക്കാൻ നേരത്തിന് താണ്ടത് ഞാൻ നേരെ നമ്മൾ തുണി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ തന്നെ. അപ്പൊ അങ്ങോട്ടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ ഇനി കുറേ തുണികളാണ് നമ്മൾ സോപ്പ് പൊടിക്കകത്ത് ഏകദേശം 1 മണിക്കൂറോളം നനച്ച് വെച്ചിരുന്നേ. അതുകൊണ്ട് ഞെവിടി പിഴിഞ്ഞ് കുത്തി പിഴിഞ്ഞൊക്കെ അങ്ങ് എടുത്ത് ഇട്ടാൽ മതിയായിരുന്നു. കുറച്ച് തുണികളൊക്കെ നമ്മൾ സോപ്പ് ഇട്ടാൽ മതിയായിരുന്നു. കൂട്ടുകാരെ കണ്ടോ, നമുക്കാണ് ഇത്രയും തുണിയാണ് കഴുവാനുള്ളത്. ഇത്രയും മഴയ്ക്ക് മുമ്പൊന്ന് കഴുകിയെടുക്കണം. മഴക്കാറ് കയറി വരുന്നുണ്ട് കണ്ടോ. അങ്ങനെ കൂട്ടുകാരെ, എന്തായാലും മഴ വരുന്നു പറഞ്ഞുകൊണ്ട് എന്തായാലും പെയ്തൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഒരുവിധം വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ സമയം കൊണ്ട് ഞാൻ കഴുകി തീർന്നേ. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. കാരണം നിങ്ങൾക്കല്ലേ വെറുതെ ബോറടിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ തുണിയൊക്കെ ഒരുപാട് നേരം എടുത്താണ് ഇതെല്ലാം കഴുകി എടുത്തത് കേട്ടോ. നമുക്ക് വീഡിയോ കാണുമ്പോൾ തോന്നും എത്ര പെട്ടെന്നാണ് തുണികളൊക്കെ കഴുകി തീർന്നത്, വളരെ എളുപ്പമാണ് തോന്നും കേട്ടോ. അല്ല, കുറേ കഷ്ടപ്പാടാണ്. കുറേ തുണി ഞാൻ ഗേറ്റിലിട്ടു, കുറേ തുണി ഞാൻ തറയിലിട്ട്, കുറേ തുണി ഞാൻ അശയിലും ഇട്ടു കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ടുള്ള ജോലിക്ക് പോകാം. കൂട്ടുകാരെ, നമുക്ക് ഇനി ടി വി സ്റ്റാൻഡ് തുടയ്ക്കണം കേട്ടോ. അടുത്ത ജോലി അതാണ്. ടി വി സ്റ്റാൻഡിലൊക്കെ എങ്ങനെ ഇത്രയും പൊടി വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീടിനകമല്ല നമ്മൾ തൂക്കുമല്ലോ നല്ല രീതിയിൽ. തൂക്കുമ്പം എങ്ങനെയായാലും നമ്മൾ അറിയത്തില്ല, ഈ പൊടികളെല്ലാം പറന്ന് ഇതിനകത്തെല്ലാം വന്ന് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക, ഇതുപോലെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ദിവസമൊക്കെ നമുക്കിതൊക്കെ തുടച്ച് തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോഴാണെങ്കിൽ നമുക്ക് അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോകാനായിട്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഞാൻ തൂത്ത് വൃത്തിയാക്കി അതിനകത്തിരുന്ന ഫോട്ടോസും ബുക്കും എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഇത്ര പെട്ടെന്നോ, അല്ല, ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടുകൊണ്ടാണ് കേട്ടോ. ഇനി അതെല്ലാം ഒതുക്കിയതിന് ശേഷം നേരെ ബെഡ്റൂമിലേക്ക് വന്ന്, ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ, അവിടെ വന്നിട്ട് ജനലെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി. ജനലിനകത്തൊക്കെ നിറയെ പൊടി കാണും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൂത്ത് പോകുമ്പോഴത്തേക്കൊക്കെ പൊടികൾ പിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ജനലെല്ലാം ഞാൻ വെള്ളം മുക്കിയാണ് തുടയ്ക്കാറ് കേട്ടോ. വെള്ളം മുക്കി തുടയ്ക്കും. അങ്ങനെല്ലാം ജനൽ കംപ്ലീറ്റ് വൃത്തിയാക്കിയില്ല. നമ്മൾ ഈ രാത്രിയിലൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഫാൻ ഇടുമ്പോഴത്തേക്ക് നമുക്ക് മുഖത്തേക്ക് തന്നെ പൊടി അടിച്ച് അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ മാസത്തിലൊരിക്കലും എപ്പോഴെങ്കിലുമൊക്കെ ഫാനും ഒക്കെ തുടയ്ക്കാൻ പറ്റി അത്രയും നല്ല കാര്യമാണ്. അപ്പോൾ ബെഡ്റൂം ഞാൻ അവിടെ തൂത്ത് അങ്ങ് അകത്തോട്ട് കൊണ്ടുപോകാതെ അവിടെ നിന്ന് ഞങ്ങൾ കോരി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കോരി എടുത്തുകൊണ്ട് പോയാൽ എല്ലായിടവും കൂടെ ഒരു സ്ഥലത്തുള്ള പൊടി നമ്മൾ തൂത്ത് നീക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. തൂക്കുന്ന എവിടെയാണോ അവിടെ നിന്ന് കോരി എടുക്കണം. അങ്ങനെ ഞാൻ തൂപ്പും കാര്യങ്ങളെല്ലാം നടക്കുന്നതിനെടുത്ത് അച്ചായി എടുത്ത് പറഞ്ഞ് നമ്മുടെ ബെഡ്റൂമിൽ ഷീറ്റൊക്കെ ഞാൻ വിരിക്കട്ടെ. ആ നേരത്തിൽ തലയാണ 2 കൊടുത്തിട്ട് പറഞ്ഞ് തലയാണ എല്ലാം ഇട്ടതാ എന്ന് പറഞ്ഞു കേട്ടോ. അച്ചായിയാണ് അമ്പലത്തിൽ നിന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജോത്സ്യം കഴിഞ്ഞ് വന്നതേ ഉള്ളേ. അന്നേരമാണ് എൻ്റെ തൂപ്പ് ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങി വരുന്നതേ ഉള്ളൂ. ഇനി തുടപ്പും കാര്യങ്ങളും ഉണ്ട്. ബെഡ്ഷീറ്റെല്ലാം ഇട്ടതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മുടെ തുണി കഴുകി എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 1.5 തുണി കഴിയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഉച്ചലത്തേക്ക് ഒരു ഷോർട്സ് വീഡിയോ ഇടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചലത്തെ ഷോർട്സ് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ നടൻ വിജയുമായ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഇന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ കുറേ നമ്മൾ ഒരു സിനിമാ താരത്തിനെ പറ്റി ഒരു ഷോർട്സ് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ നല്ല കഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ. സിനിമാ താരങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കൊരു ബുക്കുണ്ട് കേട്ടോ. ആ ബുക്കിനകത്ത് എഴുതി വിശദമായിട്ട് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുണി കഴുകാനും എല്ലാ ജോലിക്കും ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ അങ്ങ് കഴുകി കേട്ടോ. നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലെ വാഷ്
ബേസിൻ കഴിയുമ്പം ഇങ്ങനെയുള്ളൊരു വാഷ് ബേസിൻ ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ താഴെ വീഴും കേട്ടോ. അങ്ങനെ തുടപ്പും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ അകത്തെ തുടപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത് നമ്മുടെ സിറ്റ് ഔട്ട് തുടയ്ക്കാനായിട്ട് ലാസ്റ്റ് പരിപാടിയിലോട്ട് തുടപ്പിന്റെ ലാസ്റ്റ് പരിപാടിയിലോട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. എല്ലാം സ്പീഡിലങ്ങ് കാണിച്ചു പോവുകയാണ്. എല്ലാം തുടച്ച് വൃത്തിയാക്കി അകത്തോട്ട് വന്ന് നമ്മുടെ സെറ്റ് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് കവർ ഇടുന്ന സോഫയല്ല ഇത്, എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് വലിയ അഴുക്കാവാതിരിക്കും കേട്ടോ. ഇനി ദിവാങ്കോട്ടിന്റെ കവറൊക്കെ ഉണങ്ങി കിട്ടണമേ. സമയം വീണ്ടും ഒരു 3:30 ആയിട്ടുണ്ട് വൈകുന്നേരം കേട്ടോ. ഞാനൊരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഞാനും അമ്മയും ഓടി വന്ന് എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മളെ മഴക്കാറ് കാണിച്ച് പേടിപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ഭഗവാനേ മഴ വീണോ. ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങാൻ പോയപ്പോഴും എൻ്റെ മനസ്സിൽ തുണിയുടെ ചിന്തയാണ് കേട്ടോ. എല്ലായിടവും കിടക്കുമല്ലേ, അങ്ങനെ തുണിയെല്ലാം പറക്കി ഒരുവിധം ഉണങ്ങിയെല്ലാം അങ്ങ് അകത്തോട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് അമ്മയ്ക്കാണെങ്കിൽ ഇനി ഉണങ്ങാത്ത തുണിയെല്ലാം നമ്മുടെ കാർ ഷെഡിനകത്ത് ഇടണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂട്ടർ അവിടെ ഇരുന്നത് ഇങ്ങോട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് അപ്പം ആ നേരം കൊണ്ട് അമ്മ അതുകൊണ്ട് ഉണങ്ങാത്ത തുണികളാണ് ആ കാണുന്നതെല്ലാം കാർ ഷെഡിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂട്ടർ മാറ്റി സ്ഥലത്തുള്ള ഇൻ്റർലോക്ക് എല്ലാം അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. കാര്യം മഴ വീണ് പോയാൽ തൂപ്പും കൂടെ നടക്കത്തില്ല, തൂത്ത് എല്ലാം കൂടെ കത്തിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് എല്ലാ ദിവസവും രാത്രി 8:30 വരുന്നത്. അപ്പോൾ ഡെയിലി വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, ഈ ഇൻ്റർലോക്ക് ഞാൻ വിശദമായിട്ട് തൂക്കുന്ന വീഡിയോ കാണണമെങ്കിൽ നമ്മൾ ഡെയിലി വ്ളോഗ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അങ്ങ് ഓടിച്ച് വിട്ട് തൂത്ത് പോവുകയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയും കുറച്ചും പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ പ്ലാവലയായതുകൊണ്ട് ഇത് കത്തിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് ഞാൻ തൂത്ത് വാരിക്കൊണ്ടങ്ങ് പോവും. ഇത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് തൂക്കാൻ നമ്മുടെ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2-3 സൈഡിലും കൂടെ ഉണ്ട് തൂക്കാൻ. അതെല്ലാം തൂത്തതേ ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ തീ ഇടാൻ വേണ്ടി കൊണ്ടുവന്നേക്കും കേട്ടോ. മഴ പെയ്യുന്നതിന് മുമ്പ് ഉള്ള കുപ്പ അങ്ങ് തീ ഇടുന്നതാണല്ലോ നല്ലത്. അത് മാത്രമല്ല നമ്മൾ തൂത്ത് കഴിഞ്ഞ് ഒരു 2 കുപ്പയുള്ളെങ്കിലും ഒന്ന് തീ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പുകയ്ക്കുമ്പം അതൊരു ഐശ്വര്യമാണ് കേട്ടോ. മൂത്താവതികളെല്ലാം പോയി മഹാലക്ഷ്മി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു പണി. ശരിക്കും ഇന്നത്തെ ദിവസം ഞാൻ കുഴഞ്ഞു പോയി. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ പണിയാണ് ഞാൻ കേട്ടോ. അയ്യോ, ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ തീരത്തില്ല. അതിനു വേണ്ടിയുണ്ട്. എന്നാൽ ഞാൻ എല്ലാ ദിവസവും അതുപോലെ വൃത്തിയാകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ടോട്ടൽ വൃത്തിയാക്കാനായിട്ട് ഒരു മാസം നോക്കുമ്പോഴത്തേക്ക് എവിടുന്നില്ലാത്ത പൊടിയും അഴുക്കും ഒക്കെ കാണും കേട്ടോ. ജനലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുടച്ച് വൃത്തിയാക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടേ. അയ്യോ, എന്തോ പറഞ്ഞാലും ഇന്നത്തെ ദിവസം ഞാൻ കുഴഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ എന്തൊരു ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ വീഡിയോയും ലൈക്ക് അടിക്കാൻ മറക്കണ്ടേ. അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.